ബി.ജെ.പി സീറ്റ് നേടിയാലും ഇല്ലെങ്കിലും മരണം വരെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുമെന്നും എന്നെന്നും സംഘപുത്രിയായിരിക്കുമെന്ന ഒരു പ്രസ്താവന നടി ലക്ഷ്മിപ്രിയ ഒരിക്കൽ നടത്തിയിരുന്നു. ഏറ്റവും ഒടുവിൽ 2020 ചേർന്നതിന് തൊട്ട് പിന്നാലെ പോലും ഈ ഒരു പ്രസ്താവനയ്ക്ക് ഒരു കോട്ടം പോലും തട്ടിയിട്ടില്ല എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. കാരണം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തിക്കൊണ്ടാണ് നടി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ മോദിയുടെ വലിയ ആരാധികയാണ് എന്ന വെളിപ്പെടുത്തലാണ് നടത്തിയിരിക്കുന്നത്. ഭാരതത്തിലെ ഓരോ പെൺകുട്ടികളുടെയും അച്ഛന്റെ സ്ഥാനത്താണ് പ്രധാനമന്ത്രി എന്നും അദ്ദേഹത്തിന്റെ പദ്ധതികൾ സാധാരണക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായും താരം പറയുന്നു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി കുറഞ്ഞ നിരക്കിൽ, അതായത് 10 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കിയ പദ്ധതിയെ ലക്ഷ്മിപ്രിയ പ്രത്യേകം അവിടെ അഭിനന്ദിച്ചു. ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലെ ദരിദ്രരായ പെൺകുട്ടികൾക്ക് അവിടെ ആർത്തവ സമയത്ത് നേരിടേണ്ടി വന്ന ദുരന്തങ്ങൾക്ക് ഈ പദ്ധതി ഒരു അറുതി വരുത്തിയെന്നും ഒരു സ്ത്രീ എന്ന നിലയിൽ തനിക്ക് ഇത് വലിയ ആശ്വാസമാണ് എന്നതാണ് താരം പറയുന്നത്. എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ എത്തിച്ച പദ്ധതി, മുതിർന്ന പൗരന്മാർക്കായുള്ള ആനുകൂല്യങ്ങൾ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ആവിഷ്കരിച്ച സുകന്യ സമൃദ്ധി യോജന എന്നിവ പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണ് എന്നതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ തന്നെ ബയോളജിക്കലി അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ലായിരിക്കാം, പക്ഷേ ഭാരതത്തിലെ ഓരോ പെൺകുട്ടികളുടെയും അച്ഛന്റെ സ്ഥാനത്ത് നിന്നാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചിന്തിക്കുന്നത്. വെറും ഒരു വ്യക്തിയോടുള്ള ആരാധനയല്ല, മറിച്ച് അദ്ദേഹം നടപ്പിലാക്കിയ ജനക്ഷേമ പദ്ധതികളാണ് തന്നെ അദ്ദേഹത്തിന്റെ 100% ആരാധികയാക്കിയതെന്നതാണ് താരം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. 100% മോദിജിയുടെ ആരാധികയാണ് ഞാൻ. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികളാണ് അതിന് കാരണം. ഒരു പ്രാവശ്യം സാനിറ്ററി നാപ്കിൻ വാങ്ങാനായി നീതി ജൻ ഔഷധിയിലാണ് ഞാൻ കയറിയത്. അന്ന് 10 രൂപയാണ് അവർ വാങ്ങിയത്. ഇന്നത്തെ കാലത്ത് 10 രൂപയ്ക്ക് ഒരിക്കലും സാനിറ്ററി നാപ്കിൻ കിട്ടില്ല. ആ മെഡിക്കൽ ഷോപ്പിന് മുന്നിൽ നിന്നും ഞാൻ പൊട്ടി കരഞ്ഞിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇവിടുത്തെ സ്ത്രീകൾ വൃത്തിയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. സാനിറ്ററി നാപ്കിന് എത്ര വിലയാണെങ്കിലും നമ്മളത് വാങ്ങും. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അതല്ല. അവർ ആർത്തവ സമയത്ത് ഉടുക്കാൻ പോലും ഒരു കഷ്ണം തുണി പോലും ഇല്ലാതെ സ്കൂളിൽ പോലും അല്ലെങ്കിൽ ജോലിക്ക് പോകാതെ പോലും ചാരം, മണ്ണ്, ഇല എന്നിവയിൽ ഇരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ ഒരു തലമുറയുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് 100 രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ എന്ന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീ എന്ന നിലയിൽ എനിക്കത് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. മോദിജി എന്തൊക്കെ കാര്യങ്ങളിൽ ചിന്തിക്കുന്നുവെന്ന് ആലോചിച്ചു നോക്കൂ. ബയോളജിക്കലി അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ലായിരിക്കാം, പക്ഷെ ഭാരതത്തിലെ ഓരോ പെൺമക്കളുടെയും അച്ഛനാണ്. ആ സ്ഥാനത്ത് നിന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി ചിന്തിക്കുന്നത്. എല്ലാ വീടുകളിലും ഗ്യാസ് കണക്ഷൻ കൊണ്ടുവന്നു. 60 വയസ്സായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയുള്ള പദ്ധതി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പഠനത്തിനും ഒക്കെയായിട്ട് സുകന്യ സമൃദ്ധി യോജന പദ്ധതി, അങ്ങനെ എത്ര പദ്ധതികളാണ് അദ്ദേഹം കൊണ്ടുവന്നത്. എതിരാളികൾ മോദിജിയെ കളിയാക്കുന്നത് പോലെ അദ്ദേഹം ഒരു ചായക്കടക്കാരൻ്റെ മകനായതുകൊണ്ട് തന്നെയാണ്. വളരെ താഴ്ന്ന നിലയിൽ നിന്നും പ്രവർത്തിച്ചു വന്നവരായ ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഓരോന്നും ചെയ്യുന്നത്. ഇതൊന്നും ഇവിടെ മാറി വന്ന ഇവിടെ കോൺഗ്രസ് ഭരണം മാത്രമേ വന്നിട്ടുള്ളൂ. ഇവരാരും ഒന്നും ചെയ്തിട്ടില്ല. ഇതെല്ലാം കൊണ്ടുവന്ന വ്യക്തിയാണ് നരേന്ദ്രമോദിജി. അദ്ദേഹത്തെ ഞാൻ ആരാധിക്കുകയും സ്നേഹിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാത്ത ഒരു ദിവസം പോലുമില്ല. അതുപോലെയുള്ള ആൾക്കാരെയാണ് നമ്മുടെ ഭാരതത്തിന് തീർച്ചയായും വേണ്ടതെന്നും അദ്ദേഹം അതായത് ഇത്തരത്തിൽ ഒരു പ്രതികരണമാണ് ഇവിടെ നടി നടത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞ വാചകങ്ങൾ, അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.